Hi everybody, once again welcome to my legal classes. Today in this video we are going to discuss chapter 1 in Indian Contract Act of 1872. In this chapter 1 we are going to learn basic definitions of contracts, agreements, promise, acceptance, etc. And we are going to see why all agreements are not contracts and what are the essentials required to constitute a valid contract. Indian Contract Act of 1872 came into force on 1st September 1872 and it is made by British people and originally had 266 sections. ആ ഒരു സെക്ഷൻസ് ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരുന്നത്. 1 to 75 ജനറൽ പ്രൊവിഷൻസ്, 76 to 123 സെയിൽസ് ആൻഡ് ഗുഡ്സ്, 124 to 147 ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി, 148 to 181 ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ്, 182 to 238 ഏജൻസി, 239 to 266 പാർട്ട്ണർഷിപ്പ്. ഈ രീതിയിലാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഓഫ് 1872 സെക്ഷൻസ് അറേഞ്ച് ചെയ്തിരുന്നത്. ബട്ട് ഇപ്പോൾ ഇത്രയും പ്രൊവിഷൻസ് നമുക്ക് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ഉൾപ്പെടുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ 1930 ദ ഇന്ത്യൻ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് പാസ്സാക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ സെയിൽസ് ആൻഡ് ഗുഡ്സ് ഈസ് നൗ ഗവേൺഡ് ബൈ ദ ഇന്ത്യൻ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് ഓഫ് 1930. അതുപോലെ തന്നെ 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പാസ്സാക്കപ്പെട്ടു. സോ ദ പാർട്ട്ണർഷിപ്പ് ഈസ് നൗ ഗവേൺഡ് ബൈ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഓഫ് 1932. സോ ഈ സെയിൽസ് ആൻഡ് ഗുഡ്സും പാർട്ട്ണർഷിപ്പും ഇന്ന് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നമ്മൾക്ക് ഉൾപ്പെടുന്നില്ല. ബാക്കിയുള്ള പ്രൊവിഷൻസ് അത്രയും ചേർത്ത് ആണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഇപ്പോൾ ഉള്ളത്. ഇനി യൂണിവേഴ്സിറ്റി എക്സാമിന് സെമസ്റ്റർ 1 സാധാരണയായിട്ട് ചോദിച്ചു കാണാറുള്ള, കോൺട്രാക്റ്റിൽ നിന്ന് ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ആൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്സ്. എല്ലാ എഗ്രിമെൻറ്റ്സും കോൺട്രാക്റ്റ് അല്ല. ഇല്ലുസ്ട്രേറ്റ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്നൊക്കെ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് എല്ലാ എഗ്രിമെൻറ്റ്സും കോൺട്രാക്ട്സ് അല്ലാത്തത് എന്ന്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു 4 ഡെഫിനിഷൻസ് അങ്ങനെ തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. സെക്ഷൻ 2B പ്രോമിസ്, സെക്ഷൻ 2E എഗ്രിമെൻറ്റ്, സെക്ഷൻ 2H കോൺട്രാക്റ്റ്, പിന്നെ അക്സെപ്റ്റൻസ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2H ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഓഫ് 1872, a contract is an agreement enforceable by law. A contract is an agreement enforceable by law. That means agreement plus enforceability at law, both required to constitute a valid contract. What is an agreement? According to section 2E of Indian Contract Act, every promise or every set of promises forming consideration for each other is an agreement. Every promise or every set of promises forming consideration for each other is an agreement. That means promise plus consideration is equal to agreement. Consideration means something in return. Promise എന്താണ് എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 2B A proposal or offer when accepted becomes a promise. A proposal when accepted becomes a promise. പ്രൊപ്പോസലിന് ഇംഗ്ലീഷ് ലോയിൽ പറയുന്നത് ഓഫർ എന്നാണ്. ഇന്ത്യൻ ലോയിൽ ഈ ഓഫറാണ് പ്രൊപ്പോസൽ എന്ന് നമ്മൾ പറയുന്നത്. A proposal when accepted, that is proposal plus acceptance is promise. Now what is acceptance? A person to whom a proposal is made signifies his consent thereto. The proposal is to be accepted. സോ ഫസ്റ്റ് ഒരു എഗ്രിമെൻറ്റിന് എന്താണ് വേണ്ടത്? ഒരു പ്രൊപ്പോസൽ ഉണ്ടാകണം. ആ പ്രൊപ്പോസലിന് ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രൊപ്പോസൽ ഉണ്ടാവണം. ആ പ്രൊപ്പോസലിനെ ഇനിയൊരു വ്യക്തി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകണം. സോ പ്രൊപ്പോസൽ പ്ലസ് അക്സെപ്റ്റൻസ് നടക്കുമ്പോൾ അവിടെ എന്തായി? പ്രോമിസ് ഫോമായി. പ്രോമിസ് മാത്രം പോരാ, അവിടെ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഉണ്ടാവണം. സോ പ്രോമിസ് പ്ലസ് കൺസിഡറേഷൻ വരുമ്പോൾ എഗ്രിമെൻറ്റ് ഫോമായി. എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിയബിലിറ്റി അറ്റ് ലോ വരുമ്പോൾ കോൺട്രാക്റ്റ് ഫോമായി. ഇൻ ഷോർട്ട്,
Offer plus acceptance is promise. Promise plus consideration is agreement. Agreement plus enforceability at law is contract. That is, all contracts are agreements, but all agreements are not contracts. Only that agreements enforceable by law are contracts. ലോ കൊണ്ട് എൻഫോഴ്സിയബിൾ ചെയ്യുവാൻ കഴിയുന്ന എഗ്രിമെൻറ്റ്സ് ആണ് കോൺട്രാക്റ്റ്. ഒരു ലോ കൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിയണം ആ ഒരു എഗ്രിമെൻറ്റിനെ. അത്തരത്തിലുള്ള എഗ്രിമെൻറ്റ് മാത്രമേ കോൺട്രാക്റ്റ് ആവുകയുള്ളൂ. എപ്പോഴാണോ ഒരു ലോയുടെ എൻഫോഴ്സിയബിലിറ്റി നമുക്ക് കൊണ്ടുവരാൻ കഴിയാത്തത് ഒരു എഗ്രിമെൻറ്റിൽ, അത്തരത്തിലുള്ള എഗ്രിമെൻറ്റിനെ നമുക്ക് കോൺട്രാക്റ്റ് എന്ന് പറയുവാൻ കഴിയില്ല. എക്സാമ്പിൾ ഓഫ് കോൺട്രാക്റ്റ്: A enters into a contract to sell his car to B for rupees 1 lakh on a certain date, and if A has not acted in the same manner, B can enforce the contract through a court of law. A എന്ന് പറയുന്നൊരു വ്യക്തി ബി എന്ന് പറയുന്നൊരു വ്യക്തിയോട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. എയുടെ കാറ് ഒരു സർട്ടൻ എമൗണ്ടിന് വിൽക്കാം എന്ന്. പക്ഷേ അദ്ദേഹം ആ കോൺട്രാക്റ്റ് പ്രകാരം പിന്നീട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബിക്ക് ആ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ കഴിയും ഒരു കോർട്ട് ഓഫ് ലോയിൽ. കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നിരിക്കുന്നത് സെക്ഷൻ 10 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിലാണ്. ഈ സെക്ഷൻ 10ൽ നിന്ന് നമുക്ക് 8 എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. According to section 10 of Indian Contract Act, all agreements are contracts if they are made by the free consent of the parties competent to contract for a lawful consideration and with a lawful object and are not expressly declared to be void. 8 essentials of a valid contract. In order to form a valid contract, 8 essentials must be fulfilled. What are they? 2 or more parties, free consent, capacity of the parties, certainty and legally formality, lawful consideration, lawful object, agreement not declared void, intention to create legal obligation. Essentials of valid contract ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം.